All the time, dear passengers, ladies and gentlemen, this flight to Samarkand is absolutely fully booked. Please do not change the seats before taking. Hi, hello, assalamu alaikum. Welcome to day 1 of our Uzbekistan journey. അബുദാബി ടു ഉസ്ബെക്കിസ്ഥാൻ യാത്രയിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഏർലി മോർണിംഗിലാണ് ഞങ്ങൾ ഫ്ലൈറ്റ് വരുന്നത്. ഇന്ന് ഈദാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഞാൻ വലിയ പെരുന്നാളിൻ്റെ അന്നത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അപ്പോൾ കുറച്ച് ഡിലേ വന്നിട്ടോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനതാ രാവിലെ തന്നെ കുട്ടികളൊക്കെ എണീപ്പിച്ചിട്ട് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. അബുദാബി എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ എയർപോർട്ടിൽ നല്ല റഷ് ചെയ്യുന്നു കേട്ടോ. എല്ലായിടത്തും നല്ല ക്യൂ ആണ്. കാരണം ഈദിൻ്റെ ആ ഒരു ഹോളിഡേയ്സ് ആണല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ള് ക്യൂ നിന്നിട്ടാണ് കേട്ടോ നമ്മൾ ബോർഡിംഗ് പാസും എല്ലാ എമിഗ്രേഷനിലൊക്കെ നല്ല ക്യൂ ഉണ്ടായിന്. അങ്ങനെ ബോർഡിംഗ് പാസും കഴിഞ്ഞ് എമിഗ്രേഷനും കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റുള്ള സ്ഥലത്തേക്ക് അങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഇന്നലെ രാത്രി ആരും തീരെ ഉറങ്ങിയിട്ടില്ല കേട്ടോ. കാരണം ഈദിൻ്റെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ പണിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല ടയേർഡാണ് കേട്ടോ. ഇവിടെ എത്തിയ ഉടനെ തന്നെ നമ്മൾ മക്ഡൊണാൾഡ്സിൽ കയറിയിട്ട് നമുക്ക് സമയമില്ല, എന്നാലും നമ്മൾ കയറിയിട്ട് വേഗം ബർഗറും നഗസ്റ്റൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുകയാണ്. സേക്കപ്പോൾ ഒന്നും വേണ്ട കേട്ടോ. കാരണം അവൾ അപ്പോൾ ഉറങ്ങിയിട്ടുള്ളൂ. അവൾ ആ ട്രിപ്പ് പോണതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിട്ടോ. പിന്നെ എമിനോനിപ്പോൾ 4 മാസമാണ് പ്രായം. മാഷാള്ള 4ാമത്തെ മാസത്തിൽ അവളെ 4ാമത്തെ യാത്രയാണ് കേട്ടത്. 4ാമത്തെ രാജ്യത്തേക്കുള്ള യാത്രയാണ്. അബുദാബിന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലേക്കാണ് കേട്ടോ ഞങ്ങൾ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഫ്ലൈറ്റിലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. വിസയറാണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണല്ലോ. അപ്പോൾ ചെറിയ ചീപ്പ് റേറ്റിനാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ചെറിയ റേറ്റിനാണ്. നമുക്കിതുപോലുള്ള ട്രിപ്പൊക്കെ പോണ സമയത്ത് വിസയർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. UAE എമിറേറ്റ് സൈഡിൽ ഉള്ളവർക്ക് ഇങ്ങോട്ടേക്ക് ഫ്രീ വിസയാണ് കേട്ടോ. അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അല്ല, അസർബൈജാനിക്ക് നമ്മൾ ഇന്നാള് പോയില്ലേ? ഇന്ന് കൊടുക്ക ഉസ്ബെക്കിസ്ഥാനിക്ക്. അബുദാബിയിൽ നിന്ന് സമർഖണ്ഡിലേക്ക് ഒരു 3 മണിക്കൂർ യാത്രയാണ് കേട്ടോ. സാധാരണ എല്ലാവരും അബുദാബിയിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായ താഷ്കണ്ടിലേക്കാണ് കേട്ടോ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യൽ. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ സമർഖണ്ഡിലേക്ക് ബുക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ നിന്ന് പിന്നെ ഞങ്ങൾ നല്ലോണം അങ്ങോട്ട് ഉറങ്ങിട്ടോ. കാരണം അത്രയ്ക്ക് ടയേർഡായിനി. കാരണം ഇന്നലത്തെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അത്രയ്ക്ക് ടയേർഡായിനി കേട്ടോ. അങ്ങനെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. മീനുനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ന്യൂ ബോൺസിനൊക്കെ കൊണ്ട് പോകും, അതായത് ബേബീസിനെ കൊണ്ട് പോകുന്ന സമയത്ത് അവർക്ക് ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിൽക്കാതെ നമ്മൾ പാലൊക്കെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഇതാണ് കേട്ടോ. ചെറിയ എയർപോർട്ടാണ്. പെട്ടെന്ന് തന്നെ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ കുറച്ചൊന്ന് നടക്കാനുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ എമിഗ്രേഷനാണ്. പിന്നെ അവിടെ തന്നെയാണ് നമ്മൾ ലഗേജ് പിക്കിങ് കേട്ടോ. എമിഗ്രേഷൻ്റെ അവിടെ നിന്നൊന്നും അധികം ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. കയ്യിൽ കുട്ടിയുള്ളതുകൊണ്ടാണ് എന്തോന്ന് അറിയില്ല, അവർ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാം പെട്ടെന്ന് തന്നെ പ്രോസസ്സിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ്. പിന്നെ നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ എയർപോർട്ട് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ചെറിയ എയർപോർട്ടാണ് കേട്ടോ. നമ്മളെ കാലിക്കറ്റ് എയർപോർട്ട് പോലെയൊക്കെ തോന്നി എനിക്ക് കണ്ടിപ്പോൾ. എമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് കേട്ടോ എയർപോർട്ടിൻ്റെ ഉള്ളിലായി തന്നെ. അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെയാണ് ഇട്ടുള്ളത്. പിന്നെ കുഞ്ഞു കുഞ്ഞു കഫേസും ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കയ്യിലുള്ള ഡോളർ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാൻ സമ്മിലേക്ക് മാറ്റിയാണ് കേട്ടോ ചെയ്തത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 10 ലക്ഷം സമ്മാണ്. 10 ലക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത്രയും കിട്ടാട്ടോ. 5000-ൻ്റെയും 10,000-ൻ്റെ ഒക്കെ നോട്ടുകളാണ്. ഞങ്ങൾ UAE നിന്ന് ഏകദേശം ഒരു 300 ദിർഹംസ് കൊടുത്താൽ നമുക്കൊരു $100 കിട്ടും. ഡോളറാണ് ഇങ്ങോട്ടേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോൾ സുഖം കേട്ടോ. പിന്നെ നമ്മളെ കാർഡൊക്കെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. റെസ്റ്റോറൻറ്റിലൊക്കെ കാർഡ് യൂസ് ചെയ്തിട്ട് പേ ചെയ്യാൻ പറ്റും കേട്ടോ. എയർപോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ സിമ്മും മേടിച്ചിട്ടുണ്ട് കേട്ടോ. നെറ്റൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സിമ്മ് 15 ദിർഹംസോളം ആട്ടോ നമുക്ക് ചാർജ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് ടാക്സി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ യാൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ എപ്പോഴും
ടാക്സി ചൂസ് ചെയ്യൽ. ഇവിടുത്തെ ടാക്സിയൊക്കെ ഭയങ്കര ചീപ്പാണ്. ഒരു 3 ദിർഹംസ് 4 ദിർഹംസിനൊക്കെയാണ് കേട്ടോ നമുക്ക് ചെറിയ ചെറിയ ലൊക്കേഷനിലേക്കൊക്കെ കൊണ്ടുപോവുക. അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി Booking.com വഴി ബുക്ക് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടത്. കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ. നമ്മളെ നാട്ടിലെ മാക്സിയൊക്കെ പോലെ തോന്നും. ഇവിടെ കൂടുതൽ ആളുകളും ഇത് ധരിച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഉസ്ബെക്കിസ്ഥാൻ്റെ ചരിത്രങ്ങളൊക്കെ കല്ലിൽ കൊത്തി വെച്ച പോലെയുള്ള ഒരു ഇൻറ്റീരിയറൊക്കെയാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഹോട്ടലിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ ബുക്ക് ചെയ്ത ഏകദേശം ഒരു 100 ദിർഹംസിൻ്റെ ഉള്ളിലായിട്ടാണ് കേട്ടോ പെർ ഡേ വരിക. അതിൽ തന്നെ മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡാണ്. നമുക്ക് നാളത്തെ മോർണിംഗിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ചെക്ക് ഇൻ ചെയ്ത് റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. റൂം ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ മുന്നേ ഞങ്ങൾ റൂമിലെത്തിയ പാടന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടേനി കേട്ടോ. കാരണം നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ ആ ഒരു എയർപോർട്ടിൽ നിന്ന് ചെറിയതായിട്ട് കഴിച്ചിട്ട് ഇറങ്ങിയതല്ലേ. പിന്നെ ഫ്ലൈറ്റിൽ നിന്ന് നമുക്ക് ഫുഡൊന്നും കിട്ടില്ല. വിസയിൽ ഫുഡോ വെള്ളമോ ഒന്നും കിട്ടൂല കേട്ടോ. പിന്നെ പൈസ കൊടുത്തിട്ട് ഉള്ള ഫുഡുണ്ട്, മാഗി നൂഡിൽസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ആ ഇട്ട ഡ്രസ്സിൽ തന്നെ ഫ്രഷ് ഒന്നും ആയിട്ടില്ല. നല്ല ടയേർഡാണ് എല്ലാവരും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മാത്രമാണ് കേട്ടോ നമ്മൾ സമർഖണ്ഡിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഷോപ്പ് നോക്കിയപ്പോൾ ചെറിയൊരു ഗ്രോസറി ഷോപ്പ് പോലത്തെ, നമ്മൾ അബുദാബിയിലൊക്കെ ഉള്ള പോലത്തെ ബക്കാല പോലത്തെ ഒരു കുഞ്ഞ് ഷോപ്പ് ഇട്ടോ. അങ്ങനെ നമ്മൾ ആ ഷോപ്പിൽ കയറിയിട്ട് തൽക്കാലം ഒരു ജ്യൂസും അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചൊക്കെ കിട്ടുന്ന നല്ലൊരു ഷോപ്പ് തപ്പി പിടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോൾ എമിനൂന് കുഴപ്പമില്ല, ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണ്. സിയമോളെ കാര്യമാണ് കേട്ടോ കഷ്ടം. കാരണം ഓൾക്ക് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ചിലപ്പോൾ പറ്റിക്കോളണമെന്നില്ല. എന്നാലും ഓൾ മാക്സിമം ഓൾക്ക് പറ്റണതാട്ടോ നമ്മൾ ഓർഡർ ചെയ്യൽ. അങ്ങനെ നമ്മൾ അവിടുന്ന് വെള്ളം വാങ്ങിയിട്ട് വീണ്ടും യാൻഡെക്സിൽ ഒരു ടാക്സി ബുക്ക് ചെയ്തിട്ട് ഇവിടുത്തെ പുലാവ് കിട്ടുന്ന ഒരു ഷോപ്പിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ ഫോണിൽ ലൊക്കേഷൻ കാണിച്ചു കൊടുത്താൽ നമ്മൾ അവിടെ ഒരു ഡ്രോപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മൾ ഈ ഇവിടെ കുറേ ഇതിൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ആപ്രിക്കോട്ട് അതുപോലെ ആപ്പിൾ അതിൻ്റെയൊക്കെ ചെറി അതൊക്കെ നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ അത് കിട്ടാഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് നോക്കിയപ്പോൾ ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലെ കണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് ഫുഡ് ഓർഡർ ചെയ്ത് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ബ്രെഡാണ് ഇട്ടത്. അത്യാവശ്യം വലിയ സൈസുള്ളൊരു ബ്രെഡാണ്. ഈദായിട്ട് ബിരിയാണി നല്ലോണം മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാവരും നാട്ടിൽ നിന്നും UAE നിന്നൊക്കെ ഫോട്ടോസൊക്കെ വിടുമ്പോൾ നല്ല മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ പുലാവ് കഴിക്കാൻ വിചാരിച്ച് പോയപ്പോൾ പുലാവില്ല. എന്നാലും നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ചിക്കൻ്റെ കബാബും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. 79,200 സമ്മാണ് കേട്ടോ നമുക്ക് ടോട്ടൽ വന്നിട്ടുള്ളത്. UAE കമ്പയർ ചെയ്യുമ്പോൾ പറ്റ ചീപ്പാണ് കേട്ടോ ഫുഡിനും കാര്യങ്ങളൊക്കെ. അങ്ങനെ റൂമിൽ വന്ന് ഇതാ എമീനുവിൻ്റെ ഷോക്സൊക്കെ ഞാൻ ഇതുപോലെ ആണ് കേട്ടോ കൊണ്ടുവന്നത്. കുട്ടികളെക്കായിട്ടൊരു പെട്ടി തന്നെ കെട്ടിയേക്കെ. ഇനി കുറച്ച് ദിവസമായാലും നമ്മൾ 3 ഡേയ്സാണ് കേട്ടോ നമ്മൾ ട്രിപ്പ്. പക്ഷേ എന്നാലും നമ്മൾ മാക്സിമം ഡ്രസ്സും കാര്യങ്ങളും ഡയപ്പറും ഒക്കെ വേണമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സമയം ഉറങ്ങി. പിന്നെ മക്കളും ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായി. ഞാൻ എണീക്കുന്ന സമയത്ത് നമ്മളെ ചാർജർ ഇല്ലേന് കേട്ടോ. അപ്പോൾ ചാർജറിന് വേണ്ടിയിട്ട് ഒരു ചാർജർ മേടിക്കാൻ വേണ്ടിയിട്ട് കാക്കു പോയ സമയത്ത് അവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഷവർമയും സമൂസയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടേന് കേട്ടോ. സമൂസ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. പക്ഷേ നമ്മുടെ നാട്ടിലൊക്കെ ഫ്രൈ ചെയ്തിട്ടുള്ള സമൂസ അല്ലേ, ഇത് നേരെ മറിച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന സമൂസയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ മീറ്റിൻ്റെ ഫില്ലിംഗ് ആണ്. മട്ടനും ഉണ്ടാവും ബീഫും ഉണ്ടാവും കേട്ടോ. ജസ്റ്റ് അത് വേവിച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുരുമുളക് മാത്രം ഇട്ടിട്ട് വേറെ മസാലപ്പൊടികളൊന്നുമില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി. ക്ലൈമറ്റ് നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. ഇവിടെ ഈ സമർഖണ്ഡിൽ അധികം ചൂടൊന്നും ഇല്ലാത്തൊരു സമയമാണ്. പിന്നെ ഞാൻ തണുപ്പില്ലാത്ത ക്ലൈമറ്റാന്ന് കരുതിയിട്ട് മക്കൾക്ക് സ്വെറ്റ് ഷർട്ടോ അങ്ങനെ ഒന്നും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് ചാറ്റൽ മഴയുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. കുറേ കാലമായിന് നാട്ടിൽ പോയിട്ടും. അപ്പോൾ ആ മഴയൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഇതിലെ നടന്നു പോവുകയാണ്. അപ്പോൾ കാക്കു എനിക്ക് കാണിച്ചു തരാണ് നേരത്തെ ഷവർമ്മ മേടിച്ചിട്ടുള്ള ഷോപ്പും അതുപോലെ സമൂസ മേടിച്ചിട്ടുള്ള ഷോപ്പും. ഇവിടെ കുറേ ഷോപ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ രസമായിട്ട് നടക്കുകയാണ് കേട്ടോ. ഓരോ നാട്ടിൽ വന്നാൽ അവിടുത്തെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിക്കുക, അത്രയൊക്കെ തന്നെയാണ് ഓരോ ട്രിപ്പിനെയും നമ്മൾ സൂപ്പറാക്കി മാറ്റുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇതുപോലെയുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നത് മറ്റുള്ളവർക്ക് കാണാനും അതുപോലെ കുറേ കാലം കഴിയുമ്പോൾ നമ്മളതിനത് എടുത്ത് നോക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ് കേട്ടോ. എൻ്റെ അസർബൈജാൻ യാത്ര കണ്ടവർക്കറിയാം. ആ വീഡിയോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കാണും. എൻ്റെ മോക്കായാലും അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ദാ എമിനു നല്ല ഉണർന്നിട്ടാണ് ഇരിക്കണത്. മഴയൊക്കെ കൊണ്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഇവിടെ നിന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. പിന്നെ വീണ്ടും യാൻഡെക്സ് വഴി ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സമർഖണ്ഡിൻ്റെ ഹേർട്ട് ഓഫ് സമർഖണ്ഡ് എന്നറിയപ്പെടുന്ന രജിസ്ഥാൻ സ്ക്വയറിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഈ ഒരു രജിസ്ഥാൻ സ്ക്വയർ സമർഖണ്ഡിൻ്റെ ചരിത്രവും സംസ്കാരമൊക്കെ പകർത്തുന്ന ഒരു വിസ്മയ ലോകം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എത്തുന്ന സമയത്ത് അവിടെ നിറയെ ആളുകളുണ്ടേനി. പിന്നെ ആളുകൾ അങ്ങനെ കൂടി വരാൻ തുടങ്ങി. ഈ ഒരു ബിൽഡിങ്ങിന് 600 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? പക്ഷേ അത്രക്കും പഴക്കമുള്ളൊരു ബിൽഡിംഗ് ആയിട്ട് പോലും അതിലുള്ള ഓരോ കൊത്തുപണികളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടേനെ ഒരു രാത്രി ആയാലേ നമുക്ക് ആ ഒരു വ്യൂ നല്ലപോലെ കാണാൻ പറ്റില്ല എന്ന്. പക്ഷേ രാത്രി എന്ന് വെച്ചാൽ പകലിനേക്കാൾ മനോഹരമായിട്ടാണ് കേട്ടോ ആ ഓരോ ഡിസൈനും ഓരോ ലൈറ്റിങ്ങും ഒക്കെ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങിയപ്പോഴേക്ക് ആളുകളൊക്കെ കൂടി വന്നിട്ടാണ്. അത്രക്കും ക്രൗഡ്. കുറച്ച് മലയാളികളൊക്കെ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ടേനെ. എല്ലാവരോടും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. അങ്ങനെ പിന്നെ അവിടെ ഒരു ലൈറ്റ് ആർട്ട് ഷോ ആണ് നടക്കുന്നത്. നല്ല ലൈറ്റിങ്ങിൽ 600 വർഷത്തെ സമർഖണ്ഡിൻ്റെ ചരിത്രം മൊത്തം ഒരു വിഷ്വലിലൂടെ അവർ നമുക്ക് കാണിച്ചു തന്നിട്ടോ. അങ്ങനെ കുറേ സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്ത് ഇന്നത്തെ രാത്രി മുഴുവൻ സമർഖണ്ഡിൽ തന്നെ ഈ ഒരു രജിസ്ഥാൻ സ്ക്വയർ എക്സ്പ്ലോർ ചെയ്യുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി നാളെ നമ്മളിപ്പോൾ ഇന്ന് ഫ്രൈഡേ നമ്മൾ വന്നിട്ട് മൺഡേ ആണ് നമ്മൾ യുഎയിലേക്ക് തിരിച്ചു പോണത്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ 1 ഡേ മാത്രമാണ് കേട്ടോ നമ്മൾ സമർഖണ്ഡിൽ സ്റ്റേ ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് കഴിഞ്ഞാൽ നാളെ മോർണിംഗിൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലായിട്ടുള്ള താഷ്കണ്ടിലേക്ക് പോവും. ട്രെയിനൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നാളെ വരാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടേനി കേട്ടോ. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ. എല്ലാവരും നമ്മളോട് വന്ന്, പക്ഷേ ഒരാൾക്കും ഇംഗ്ലീഷും കാര്യങ്ങളൊന്നും അറിയില്ല. ലാംഗ്വേജിൻ്റെ വിഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വഴിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനേ പറ്റുള്ളൂ കേട്ടോ. ഒരാൾക്കും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ലാംഗ്വേജ് അറിയില്ല കേട്ടോ. അപൂർവം ചില ആളുകൾ, അതായത് 100-ൽ 1 ആണ് നമ്മളെന്തെങ്കിലും ഇംഗ്ലീഷിൽ ഹലോ എന്ന് പറഞ്ഞാൽ തന്നെ അതിന് റിപ്ലൈ ആയിട്ട് അവർ പറയുള്ളൂ കേട്ടോ. എമിനൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. നൈറ്റ് ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ആളുകൾ ഇപ്പോഴും കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ ചെറിയ ലോക്കൽ കച്ചവടക്കാരുണ്ട് കേട്ടോ, ചെറിയ കുട്ടികൾ. ഈ ഒരു സമർഖണ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ മക്കൾ വരെ ഉണ്ടാവും കേട്ടോ. എല്ലാ ഷോപ്പിലായാലും അതേപോലെ പോണ വഴിക്കിലൊക്കെ കച്ചവടത്തിലായാലും ഒക്കെ ചെറിയ കുട്ടികളുണ്ടാവും. നമ്മളെ വീട്ടിൽ കളിച്ചിരിക്കണ ആ ഒരു പ്രായമുള്ള മക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ. അപ്പോൾ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ വിൽക്കാനൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ റൂമിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണല്ലോ ഇത്. പെരുന്നാളിൻ്റെ തലേന്ന് ഞങ്ങൾ ഫുള്ള് ബിസിയേനെ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് അടുത്ത വീഡിയോൻ്റെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അസർബൈജാൻ്റെ വ്ലോഗ് ഇട്ട സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന്. അപ്പോൾ ബൈ, സീ യു.